അസ്സലാമു അലൈക്കും. ദൈവം മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ ചോദ്യവും ഉത്തരവുമാണത്. വിശ്വസിച്ചവരും നിഷേധിച്ചവരുമായി മനുഷ്യരെ രണ്ടായി പിളർത്തിയ രണ്ടക്ഷരം. ആരാണ് ദൈവം? എവിടെയാണ് ദൈവം? ദൈവത്തിന്റെ മതം ഏതാണ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ചിന്തിക്കുന്ന മനസ്സുകളിൽ അലയുന്ന ചോദ്യങ്ങൾ. എല്ലാം നിഷേധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന നിരീശ്വര വിശ്വാസികളാണ് ഒരു ഭാഗത്ത്, ഉത്തരം തിരഞ്ഞു വലയുന്ന ഈശ്വര വിശ്വാസികൾ മറുഭാഗത്ത്, ഗ്രന്ഥങ്ങളിൽ ദൈവത്തെ തിരഞ്ഞ് വഞ്ചിതരാകുന്ന രണ്ട് വിഭാഗങ്ങൾ. അപ്പോഴെല്ലാം ചോദിക്കുന്നവന്റെയും ചോദിക്കപ്പെടുന്നവന്റെയും ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നുണ്ട് ദൈവം എന്ന ഉത്തരം. പക്ഷേ നിന്റെ ഉള്ളിൽ അതിസൂക്ഷ്മം അടക്കപ്പെട്ട ആ രഹസ്യം അറിയാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ദൈവത്തെ തിരയുന്ന മനുഷ്യ, ആദ്യം നീ നിന്നെയാണ് തിരയേണ്ടത്. മരണത്തിന് മുൻപ് നീ കണ്ടെത്തേണ്ട ഒരേ ഒരു കാര്യം നിന്റെ മേൽവിലാസമാണ്. ഞാൻ ആര്? എവിടെ നിന്ന്? എങ്ങോട്ട്? ഈ ജീവിതം എനിക്കെന്തിന്? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരമായാൽ 40 ചോദ്യങ്ങളെ നിനക്ക് മറികടക്കാം. മരിച്ച മനുഷ്യനെ ഖബറിന്റെ കുഴിയിൽ ഇറക്കി വെക്കുന്നതിന് മുൻപ് തന്നെ 40 ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമെന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതിലാദ്യമായി അള്ളാഹു ചോദിക്കും, എന്റെ അടിമേ, ഇക്കണ്ട വർഷങ്ങൾ അത്രയും ജനങ്ങൾ കാണുന്ന നിന്റെ ഭാഗങ്ങളെല്ലാം നീ ശുദ്ധിയോടെ സൂക്ഷിച്ചു. എന്നാൽ ഞാൻ നോക്കുന്ന ഭാഗം ശുദ്ധമാക്കുന്നതിന് നീ മെനക്കെട്ടതേയില്ല. എന്റെ അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട നീ മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ് കരുതുന്നത്? അള്ളാഹു സദാ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭാഗം ഹൃദയമാണ്. അവിടെയാണ് നീ നിന്നിലേക്കുള്ള യാത്ര തുടങ്ങേണ്ടത്. മതങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ നിന്നെ തിരയരുത്. മതത്തിന്റെ ആത്മാവ് തന്നെ ദൈവമാണെന്നിരിക്കെ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ ദൈവത്തെ കാണിച്ചു കൊടുത്തതായി നീ കേട്ടിട്ടുണ്ടോ? അനുഭവത്തിൽ പകർന്നതായി അറിഞ്ഞിട്ടുണ്ടോ? സാധ്യതയില്ല. ആരാധനാലയങ്ങൾ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ലോകം മാത്രമാണിന്ന്. ഇമാം അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹു റിപ്പോർട്ട് ചെയ്യുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് ഇസ്ലാമിന്റെ പേര് മാത്രം ബാക്കിയാകും, ഖുർആനിന്റെ ലിപികൾ മാത്രം ബാക്കിയാകും, പള്ളികൾ നിറഞ്ഞു കവിയും, അവിടെ സന്മാർഗമുണ്ടാകില്ല. അവരിലെ പണ്ഡിതർ ആകാശ ചുവട്ടിലെ ഏറ്റവും നെറികെട്ടവരായിരിക്കും. അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടും, അത് അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. നീ ഇരിക്കുന്നിടത്ത് തന്നെ ദൈവമുണ്ട്. മനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കണ്ട നാടിയേക്കാൾ അവനോട് അടുത്തുണ്ട് നാം എന്നാണ് ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇതൊക്കെ നമുക്ക് പറയാനേ കഴിയൂ. കണ്ടെത്താൻ കടമ്പകൾ ഏറെയുണ്ട്. സ്വന്തം നഫ്സിലേക്കുള്ള വഴിയറിയാത്തവന്റെ നിസ്സഹായത, അത് വല്ലാത്തൊരവസ്ഥയാണ്. ജ്ഞാനികളുടെ കണ്ണിൽ അവൻ അഡ്രസ് ഇല്ലാത്തവനാണ്. ജീവിതം കൊണ്ട് നീ നേടിയെടുത്ത പേരും പെരുമയും പണവും പ്രതാപവും അറിവും കഴിവും എല്ലാം നിഷ്ഫലമായി പോകുമെന്ന തിരിച്ചറിവാണത്. ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന തിരിച്ചറിവിന്റെ ഞെട്ടലിൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയപ്പോഴാണ് മൗലാന റൂമി റളിയല്ലാഹു അൻഹുവും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവും ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവും ദൈവത്തെ കണ്ടെത്തിയത്. അബ്രഹാം എന്ന ഇബ്രാഹിം നബിയും മോസ എന്ന മൂസ നബിയും യേശു എന്ന ഈസാ നബിയും ദൈവത്തെ കണ്ടെത്തിയത് അങ്ങനെയാണ്. ബുദ്ധനും ബോഗരും അഗസ്ത്യരും തക്കലാപ്പായും അത് കണ്ടെത്തിയത് സ്വന്തത്തിൽ തന്നെയാണ്. അൽ ഹക്ക്, പരമ്പൊരുൾ, ബ്രഹ്മാസ്മി, അരുൾപെരും ജ്യോതി, പല പേരിലുള്ള ആ സത്യം തേടിപ്പോയവർ പല അളവുകളിൽ അത് കണ്ടെത്തി. പക്ഷെ അവരാരും ഏതെങ്കിലും മതകലാലയങ്ങളിലല്ല ദൈവത്തെ നേടിയത്, വിപരീത ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ലോകപ്രശസ്ത നിസാമിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മൗലാന റൂമി റളിയല്ലാഹു അൻഹു പഠിച്ചുകൊണ്ടിരുന്ന കിതാബുകൾ എടുത്ത് ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു കുളത്തിലേക്ക് എറിയുകയായിരുന്നു. വിശന്ന് വലഞ്ഞും അലഞ്ഞു നടന്നും തേടി തളർന്നും ഉറക്കമൊഴിഞ്ഞുമാണ് അവരെല്ലാം നേടിയത്. മതങ്ങളിൽ ദൈവമില്ലെന്നും മാർഗങ്ങളിലാണ് അവനുള്ളതെന്നും നീ മനസ്സിലാക്കണം. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയോ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെയോ മറ്റോ അനേകം നേർമാർഗങ്ങളുണ്ട് ഇവിടെ. അവിടെ മതങ്ങളുടെ കെട്ടുപാടുകളില്ല, വേഷം കെട്ടലുകളില്ല. അവർ മതം പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നില്ല. അകത്തില്ലാത്തത് പുറത്തു പറയുന്നില്ല. അന്യരെ നോക്കി കാഫിർ എന്ന് വിളിക്കുന്നില്ല. മറിച്ച് അജ്ഞതയാകുന്ന നിന്റെ ശരീരത്തെയാണ് അവർ കാഫിർ എന്ന് വിളിക്കുന്നത്. അതിന്റെ കെട്ട പ്രകൃതത്തെയാണ് അവർ മുഷിരിക് എന്ന് പഠിപ്പിക്കുന്നത്. അവയോട് കലഹിക്കാനാണ് അവർ നിന്നെ പരിശീലിപ്പിക്കുന്നത്. അതിനാൽ തികഞ്ഞ ഗുരുവിനെ നീ പിന്തുടരണം. ഞാൻ, എന്റേത് എന്ന എല്ലാ വിചാരങ്ങളും ഇറക്കി വെച്ച് യാത്ര തുടങ്ങണം. ഓരോ സ്റ്റോപ്പിലും ഹൃദയത്തിൽ നിന്ന് ഓരോരുത്തരെയായി നീ ഇറക്കിവിടണം.
അവസാനം നീ മാത്രമാകും. പക്ഷേ ഷിർക്കിനോട് ഒരു തരി പോലും ദൈവം സന്ധിയാകില്ലല്ലോ. അതിനാൽ നിന്നെയും പുറത്താക്കണം. ആ സ്റ്റോപ്പിൽ ഈ യാത്ര അവസാനിക്കും. നീ ഇല്ലാതാകുമ്പോൾ ദൈവം വെളിപ്പെടും. ഇത്രകാലം നിന്നെ കാത്തിരിക്കുകയായിരുന്നു അവൻ. അവനിലേക്ക് നീ യാത്ര തിരിച്ചപ്പോൾ തന്നെ അവൻ നിന്നിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മൗലാന റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹർ ചീസ് ഗദർ ജൊസ്താനെ ആനി ആനി, നീ എന്തിനെയാണോ തേടുന്നത് അതാണ് നീ. തശങ്കാൻഗർ ആബ് ജൂയന്ത് അസ് ജഹാൻ, ആബ് ജൂയത് ഹംബെ ആലം തശങ്കാൻ. ദാഹിക്കുന്നവൻ ജലത്തെ തേടുന്നത് പോലെ ദാഹജലം ദാഹിക്കുന്നവനെയും തേടുകയാണ്. അങ്ങനെ ദാഹിക്കുന്നവനും നദിയും കണ്ടുമുട്ടും. നീയും ദൈവവും സംഗമിക്കും. ആ സംഗമത്തോടെ നീ ഇല്ലാതാകും. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവനുമായി ഇഷ്ടത്തിലാകും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കേൾവിയും കാഴ്ചയും പിടുത്തവുമാകും. അവൻ ചോദിച്ചാൽ ഞാൻ നൽകുക തന്നെ ചെയ്യും. അവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു കുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, ആദം പുത്ര, ഞാൻ ദാരിദ്ര്യമേൽക്കാത്ത ധനാഢ്യനാണ്. എന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടാൽ നിന്നെയും ദാരിദ്ര്യമേൽക്കാത്ത ധനാഢ്യനാക്കാം. ആദം പുത്ര, ഞാൻ മരണമില്ലാതെ ജീവിക്കുന്നവനാണ്. എന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടാൽ നിന്നെയും മരണമില്ലാത്ത ജീവനാക്കാം.